Yes, രക്ഷിതാച്ചു. രക്ഷിത. Okay. Good morning. Yes, mic on ആക്കാൻ പറ്റുമോ രക്ഷിത? Okay. Yes. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ? Yes. അപ്പൊ ഞാൻ എഴുതാൻ പറയുന്നത് ബുദ്ധിമുട്ടാവും അല്ലേ? ഷൈഫ. ഷൈഫ യൂസഫ്.
Oh. ആരെങ്കിലും വെച്ചാൽ മതി. Shaifa Yusuf. Good morning, sir. Shaifa. Yes. Good morning, How are you? Hi. Yes, good morning. Hi, sir. Yes, morning. Very good, very good, very good. ഞാൻ നേരത്തെ വന്നിട്ട് ഷൈഫ് പോയപ്പോൾ വിചാരിച്ചു ആണില്ലാന്ന്. നെറ്റ് പ്രോബ്ലം ഉണ്ട്. Yes. Okay, 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 okay. Shaifa, where are you from? Where? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല അല്ലേ? കേൾക്കാൻ പറ്റുന്നു. ഷൈഫ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഷൈഫ എവിടുന്ന, നാടെവിടെയാ? എന്റെ വീട് ഇടുക്കിയാണ്. പത്തനംതിട്ട റാം അടുത്ത. ഓക്കെ ഓക്കെ. അതെ, ഷൈഫ പറയുമ്പോ വിട്ടുവിട്ടു പോവുകയാണ് കേൾക്കുന്നത്. കുറച്ചേ നെറ്റ് പ്രോബ്ലം അതുകൊണ്ടാ. അപ്പൊ എന്താ ചെയ്യാ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഇടയ്ക്കുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. Yes. Okay, 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 okay. Then let us speak in English, okay? Okay, sir. Okay? Okay. Very good, very good, very good. And you told that you are coming from Pathanamthitta, okay? Yes. Yes, you are coming from Pathanamthitta. Very good, very good, very good. Yes. What is your opinion about the Pathanamthitta district? How do you feel Pathanamthitta? എങ്ങനെ ഫീൽ ചെയ്യും? എന്താണ് പത്തനംതിട്ടയെ കുറിച്ചുള്ള ഷൈഫയുടെ അഭിപ്രായം? I don't like Pathanamthitta because my favorite place is Idukki.
ഒന്നും ക്ലിയർ ആവണില്ല. റേഞ്ച് ഉള്ളിടത്തോട്ട് നിൽക്കാൻ പറ്റുമോ? സാറോ മഴ ആയതുകൊണ്ട് സാറേ, മഴ. യെസ് 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 യെസ്. ഒന്ന് ഷൈഫ് പറയണത് ഒന്നും കേൾക്കുന്നില്ല. യെസ്. അപ്പൊ എന്താ വേണ്ടേ? യെസ്. ഇത് ഇപ്പൊ പറഞ്ഞത് കേട്ടു, അതുപോലെ പറയും. Okay, sir. I don't like Pathanamthitta because Yes, I don't like. Yes, because Because my favorite place is Idiki. My favorite place is Idiki. My favorite place is Idiki. Yes. I am married to Pathanamthitta. Am I right? Yes. Idiki weather is beautiful. Yes, Idiki is more beautiful. Yes. Weather is very beautiful. I like it. So you like Idiki, you don't like Pathanamthitta. Yes. Very good, very good. Shiva. Very good, very good. Weather is very hot in Pathanamthitta. എക്കോ ഒഴിവാക്കാൻ പറ്റുമോ? എക്കോ ഭയങ്കരമായിട്ട്. എക്കോ അതാണ് എലിജിബിൾ ആവാതെ. നെറ്റൊക്കെ ഉണ്ട്, എക്കോ ഉണ്ട്. ഇപ്പൊ കേൾക്കാവോ സാറേ? ഇപ്പൊ കുഴപ്പമുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയി, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നേരത്തെ എങ്ങനെയാ സംസാരിച്ചത്? അത് ബ്ലൂടൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അത് ക്ലിയർ ആവുക. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ 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 ഓക്കെ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ശരി. അപ്പൊ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഇങ്ങനെ പറയും. ഓക്കെ സാർ. Okay. I don't like Pathanamthitta. I don't like Pathanamthitta. Yes. You yes. Only weather, sir. I like it Idiki weather. Yes. You love Idiki. My place. Yes. Because my place is Idiki. Yes. I come to married after married. I am married in Pathanamthitta. I am married. Okay. But beautiful place in Pathanamthitta. Yes. You tell that Pathanamthitta is a beautiful place, but why don't you like Pathanamthitta? Weather, sir, weather is hot. Yes. Sorry, sir. Hot weather, only weather, sir. Okay, okay. Yes, okay, okay. So I ask one more question. What is your hobby? Yes, sir. What is your hobby? No hobby, sir. Yes, sir. അതുകൊണ്ട് ഇപ്പൊ ഹോബി ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു. ശരി സർ. ഓക്കെ സർ. Okay.
Megavision. Yes, sir. Yes, ഇടയ്ക്കിടയ്ക്ക് മേഘയിൽ വന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. Net Yes. issues, ma'am. Net issue ആണ്. Okay. No problem. Yes. Yes, അപ്പം മേഘന് മേഘ മാത്രമേ ഉള്ളൂ. സാർ ക്ലാസ്സിൽ കേറാൻ കുഞ്ഞുണ്ട്, അവന് ഭയങ്കര പ്രശ്നമാണ്. അതാ ഞാൻ മിക്കവാറും കേറാത്തെ, പിന്നെ റെക്കോർഡിങ് കാണത്തേ ഉള്ളു. നോ ഇല്ല. Okay, no problem. Cut ചെയ്തോളൂ. Munir. Shaifa Yusuf. Yes, sir. Okay. Very good. Player ready? ചെറുതായിട്ട്. Okay, very good. Yes, ഞാൻ ഷൈഫിനോട് ചോദിച്ചത് വാട്ട് ഈസ് യുവർ ഹോബി എന്നാണ്. ഷൈഫയുടെ ഹോബി എന്താണ്? Drawing. Hobby, HOBBY, hobby. Yes. കേൾക്കുന്നില്ലേ ഷൈഫ? രക്ഷിത അച്ചു. രക്ഷിത. യെസ്, മൈക്ക് കൊടുക്കാൻ പറ്റുമോ രക്ഷിത? Yes, sir. Yes, how are you Rishida? Fine, sir. Very good. ഇടയ്ക്കിടയ്ക്ക് രക്ഷിത വന്നു പോകുന്നത് കാണുന്നുണ്ട്. നെറ്റ് ഇഷ്യൂ ആണോ? ഞാൻ മോനെ ഓർക്കാൻ വേണ്ടി പോയിക്കായിരുന്നു. Yes, okay. Very good. Rishida, where are you from? തൃശ്ശൂർ. Oh, okay. Very good. Yes. Then, what is your hobby? My hobbies. My hobbies include
മകൻ എഴുന്നേറ്റ് വന്നോ? ചെല്ല് ശരിയാണ്. ഷൈഫ യൂസഫ്. Yes, sir. Okay. Are you okay? Yes, yes. Yes. Okay. Bluetooth on ആക്കണ്ട. അപ്പൊ ഭയങ്കര പതർച്ചയായിരുന്നു. Yes. Okay. Can you speak? Yes, sir. Okay. So when you were a high school student, what was your favorite subject? Biology. Biology. Okay. Yes, Who sir. was your biology teacher? Once more, please, sir. Question. Who was your biology teacher? Name of your biology teacher. Rega teacher. Teacher. So then I ask you one more question. Who was your favorite teacher? Who was your favorite teacher? Rega teacher. എന്തോ പറയാനായിട്ട് കുറെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ഷൈഫൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ബയോളജി, ഇഷ്ടപ്പെട്ട ടീച്ചർ രേഖ ടീച്ചർ. ഇത് പിന്നെ പറയാൻ എന്താ വിഷയം? ഇഷ്ടപ്പെട്ട വിഷയം ബയോളജി, ഇഷ്ടപ്പെട്ട വിഷയം പഠിപ്പിക്കുന്ന ടീച്ചർ രേഖ ടീച്ചർ. അപ്പൊ സ്വാഭാവികമായിട്ട് രേഖ ടീച്ചർ തന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ടീച്ചർ. പിന്നെ എന്താണ് അത് ഡിലേ വന്നത് ഞാൻ ആലോചിച്ചു. സാറ് ചോദിച്ചു പിന്നെ ഞാൻ അതല്ലായിരിക്കും. Yes. Okay. Shaifa, what is your education qualification? Degree. BA History. BA History. And you love biology very much. Then why did you take BA History? Why don't you take biology or BSc Zoology or Botany? Because sir, I am very like it police. So, you want to be a policewoman? Yes. Physically you are okay? Yes. Are you a sportswoman? Yes, sir. Yes. And you can finish 100 meters race? Yes, sir. Yes. ഒരു 8 ഐറ്റം ഉണ്ട്. ആ 8 ഐറ്റത്തില് 5 ഐറ്റം നമ്മൾ പാസ്സാണ് ഫിസിക്കലി. അപ്പോഴാണ് നമ്മൾ പോലീസിന്റെ ടെസ്റ്റിലോട്ട് ജയിച്ചായിട്ട് അവർ പരിഗണിക്കുള്ളൂ. അപ്പൊ ഫിസിക്കലി ഷൈഫ് ഫിറ്റ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് പോലീസിലേക്കുള്ള ഇന്ന്
പോലീസിലേക്കുള്ള PSC ടെസ്റ്റ് നടക്കുന്ന ദിവസമുള്ളൂ. അറിയാമോ? അത് ഞാൻ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് 1-2 പേരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്തതാ സാറേ, പക്ഷെ എനിക്ക് പറ്റിയില്ല ഇടുക്കിയിലായതുകൊണ്ട്. പോവണ്ടേ മോളെ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാത്തിനും പോയിക്കൊണ്ടിരുന്നു. വനിതാ പോലീസായിട്ട് എടുക്കണം. അപ്പൊ തന്നെ പുരുഷന്മാരുടെ തള്ളിക്കയറ്റം ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെ വളരെ എണ്ണം കുറഞ്ഞു. പിന്നെ ഈ ഹൈറ്റും ഉള്ള അവര് അപേക്ഷിക്കുള്ളൂ. അപ്പൊ തന്നെ കുറച്ച് പേര് അപ്പൊ കുറഞ്ഞു. പിന്നെ യൂണിഫോം ഇട്ട് ജോലിയോട് ഇഷ്ടമില്ലാത്ത കുറെ പേരുണ്ടാവും. അപ്പൊ അവരും വരില്ല. അപ്പൊ അവിടെയും കുറച്ച് പേര് കുറഞ്ഞു. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഫിസിക്കലി ഫിറ്റ് ആവാൻ ഫിറ്റ് അല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് പരീക്ഷ എഴുതിയാലും ഫിസിക്കലി ഫിറ്റിൽ അവര് പോകും, ഔട്ടായി പോകും. അപ്പോ നമ്മൾ ഫിസിക്കലി ഫിറ്റുമാണ് എങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു, കളയണ്ടായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കളയണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും പിടിക്കും പോലെ ചെയ്യാമായിരുന്നു. എന്റെ ആഗ്രഹമായിരുന്നു സാറേ, പക്ഷെ ഞാൻ ഇന്ന് ഒത്തിരി നാളായി ഞാൻ നോക്കിയിട്ട്. അപ്പം ഇന്നാന്ന് അറിഞ്ഞില്ല, സാറ് വന്നപ്പോൾ അറിഞ്ഞു. ഞാൻ ചെയ്തിട്ടുണ്ട്, ജൂലൈയിലായിരുന്നു എന്ന് വന്നായിരുന്നു. പക്ഷെ ഇടുക്കിയിലായതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഓക്കെ, അത് ഇടുക്കിയുടെ കേസ് എനിക്ക് അറിയില്ല. എറണാകുളം ജില്ല എന്താണെന്ന് അറിയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് രാവിലെ വന്നപ്പോൾ 2-3 കുട്ടികളെ കണ്ടതാണ്. അപ്പൊ അവര് അതിലൊരു കുട്ടി അവിടെ വെള്ളമായതുകൊണ്ട് എന്നോട് പറഞ്ഞു എന്നോട് അപ്പുറത്ത് ആ റോഡ് വരെ ഒന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ അത് എന്റെ കൂടെ ബൈക്കിന് പുറയിലാണ് പോകുന്നത്, കുറച്ച് ദൂരം. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോന്ന് ചോദിച്ചപ്പോ പറഞ്ഞാണ് ഇത് PC ടെസ്റ്റ് ആണ്, ടെസ്റ്റ് ആണ്. അപ്പൊ അത് ഞാൻ പോയെന്ന് പറഞ്ഞു. ഞാനൊരു ആശംസയൊക്കെ കൊടുത്തതിന് വിട്ടു. അപ്പോ അങ്ങനെ വിടുകയും ഇവിടെ വരുമ്പോ ഷൈഫ പോലീസ് സ്റ്റേഷനെ കുറിച്ച് പറയുകയും ചെയ്തതിന്റെ പേരിലാണ് ഞാൻ കോയിൻസിഡൻസ് ആയിട്ട് ചോദിച്ചത് മാത്രം. ഓക്കെ, അപ്പൊ ഇനി വേറൊന്നും പറയാൻ കിടപ്പില്ല. ഒരു എക്സസൈസും ഒരു ഫയർ റൂമുകളും പറയാൻ കിടപ്പില്ലേ? അത് എനിക്ക് വന്നില്ലെന്ന് തോന്നുന്നു സാറേ, ഞാൻ നോക്കിയില്ല. PSC ഞാൻ നോക്കിയില്ലായിരുന്നു. അത് ഇനി അയക്കും. ഇപ്പൊ പത്തനംതിട്ടയിലോട്ട് മാരേജ് ചെയ്ത് വന്നേക്കണല്ലേ? ഞാനൊന്നും മാറ്റിയിട്ടില്ല സാറേ പത്തനംതിട്ടയിലോട്ട്. അപ്പൊ ഇനി പരീക്ഷ എനിക്ക് ഇടുക്കിയിലെ വരെ അതൊന്ന് മാറ്റിയാൽ മതി. മാറ്റി അല്ലെങ്കിൽ അത് മാറ്റുക. പരീക്ഷാ സെന്റർ കൊടുക്കുമ്പോ ഇവിടെ അല്ല, ഇടുക്കിയിലാവുമ്പോ ഒത്തിരി തള്ളു വരത്തില്ല, കൂടുതലും പേര്. ക്ലിയർ ആവണേ കേട്ടോ, പകുതി കേൾക്കുന്നുള്ളൂ. ഇടുക്കിയിലാവുമ്പോൾ തള്ളു വരത്തില്ല. ഇടുക്കിയിലാണെങ്കിൽ എന്ന് വരെ കേട്ടു, ബാക്കി കേട്ടില്ല. ഇടുക്കിയിലാണെങ്കിൽ കൂടുതൽ പേര് PSC ടെസ്റ്റിന് പോകത്തില്ല. ടെസ്റ്റിന് പോകില്ല ഇടുക്കിയിലാണെങ്കിൽ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇടുക്കിയിലായതുകൊണ്ട് കുന്നും മലയൊക്കെ കയറി നടക്കണോണ്ട് സൈഫിന് ഫിസിക്കലി ഫിറ്റ് ആണെന്ന് എന്നൊരു വിശ്വാസം ഉണ്ടാവും അല്ലേ? കൊറേ നോക്കിയതാ. കിട്ടിക്കഴിഞ്ഞാല് ഒരു നിയർലി 40,000-45,000 റുപ്പീസ് പെർ മന്ത് കിട്ടും. 52 ആഴ്ചയിലെ ട്രെയിനിങ്ങും കൂടി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നിയർലി 40,000 റുപ്പീസ്. 40,000-45,000 രൂപ പെർ മന്ത് കയ്യിലിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പറ. ശമ്പളം 10 രൂപ കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ അതൊരു 1000 ആയിരുന്നു യൂണിഫോം. അത് എനിക്ക് ശമ്പളം അല്ലേ സാറേ, 10 രൂപ കിട്ടിയാലും കുഴപ്പമില്ല. യൂണിഫോമിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പറഞ്ഞ എങ്ങനെയാണോ പിടിച്ചത് അതുപോലെ പറ. അങ്ങനെ അതാ ക്ലിയർ ആവണം, ക്ലിയർ ആവണ്ടായി. എന്നെ അറിയാവുന്നവരെല്ലാം പറയും പോലീസ് നോക്കണം. അങ്ങനെ ഞാൻ ഹിസ്റ്ററി പോയെടുത്തത്. PSC എല്ലാം എഴുതാമല്ലോ എന്നർത്ഥം. PSC കോച്ചിങ്ങിന് പോയിരുന്ന? ഇല്ല, PSC കോച്ചിങ് പോയിട്ടില്ല. പക്ഷെ
വീട്ടിൽ ഇരുന്ന് പഠിക്കത്തേ ഉള്ളൂ. ആ മതി, എന്തെങ്കിലും മതി, പഠിച്ചോണ്ടിരുന്നാ മതി. യെസ് യെസ്. അപ്പൊ യൂണിഫോം ഇട്ട ജോലിയോടാണ് ഷൈഫക്ക് താല്പര്യം. അങ്ങനെ താല്പര്യം വരാനുള്ള വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? പണ്ട് എപ്പോഴെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ജീപ്പിന് പോകുന്നത് കണ്ടിട്ടാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് യൂണിഫോം ഉദ്യോഗസ്ഥന്മാർ വന്നു നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടാണോ? അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടിട്ടാണോ? സാറേ എന്റെ ഫാദറിന് ഫോറസ്റ്റ് ജോലി ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തില്. എവിടെ ജോലി? ഫോറസ്റ്റില്. യെസ്, ഓക്കെ 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 ഓക്കെ. അങ്ങനെ ഒരു ഇഷ്ടം. പക്ഷെ എനിക്ക് ഫോറസ്റ്റും പോലീസും അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി. യെസ്, അപ്പോ ഫോറസ്റ്റിൽ ജോലി ഫാദർ ഉണ്ടായത് കൊണ്ട് അവരൊക്കെ ആയിട്ട് ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഫോറസ്റ്റ് ആണെങ്കിൽ യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്, സ്വാഭാവികമായിട്ടും അതുപോലെ ആകണമെന്നൊരു ആഗ്രഹം വരും അല്ലേ? യെസ്, എക്സൈസ് ആയാലും കുഴപ്പമില്ല, ഫോറസ്റ്റ് ആയാലും കുഴപ്പമില്ല, എക്സ് ആയാലും കുഴപ്പമില്ല, യൂണിഫോം ഇട്ട് ജോലി ചെയ്താൽ മതി എന്നാണ് അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്, നല്ല ആഗ്രഹമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ശ്രമിക്കാം. ഡോണ്ട് വറി, ബി ഹാപ്പി. സാധ്യതകൾ ഇനി കിടക്കണ്ടല്ലോ, അപ്പൊ ഒന്നുകൂടി ശ്രമിക്കാം. അത് ഷൈഫക്ക് വേണ്ടി വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റെഡി ആണെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് എവിടെ തന്നെ വരും, ഷൈഫിന്റെ അടുത്ത് തന്നെ വരും. ഡോണ്ട് വറി. വിധിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഷൈഫിന്റെ അടുത്ത് തന്നെ വരും എന്നുള്ളതാണ്. അങ്ങനെയല്ലേ പറയണേ? ഓരോ അരിമണിയിലും അത് കഴിക്കുന്ന ആളുടെ പേര് വരെ എഴുതി വെച്ചിരിക്കുന്നതല്ലോ. ഇതുപോലെ തന്നെ ഷൈഫക്ക് ഒരു ജോലി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി കറങ്ങി തിരിഞ്ഞ് ഷൈഫിന്റെ അടുത്ത് വരും. അല്ലേ? അത് പറയാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് കുട്ടികളെ ആയിട്ട് അതിരപ്പള്ളിയിലോട്ട് ടൂർ പോയി. അതിരപ്പള്ളി വാഴശ്ശേരി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. യെസ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ടെമ്പോ ട്രാവലിനോട് പോവുകയാണ്. മഴയുള്ളൊരു ദിവസമാണ്. ഇത് 1998 മുമ്പുള്ള സംഭവമാണ് ഈ പറഞ്ഞത്. യെസ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, അപ്പുറത്തൊരു ഷൂട്ടിംഗ് നടപ്പുണ്ട് എന്ന് അറിഞ്ഞു. ആ ഷൂട്ടിങ്ങിന്റെ യൂണിറ്റിന്റെ പട്ടികയുണ്ടോ. അപ്പൊ പിള്ളേര് ഞങ്ങളെല്ലാ ടീച്ചർമാരൊക്കെ കൂടി അവിടെ പോയി നിന്നു. അപ്പൊ അവിടെ ചിരഞ്ജീവി അല്ല, മിഥുൻ ചക്രവർത്തി അഭിനയിക്കുന്ന ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കി. അപ്പോ ഇന്നത്തേത് പോലെയല്ല അന്ന്, കാരണം അന്ന് ഷൂട്ടിംഗ് വല്ലപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോ കുട്ടികൾ ഞങ്ങളെ കൂടി അത് നോക്കിക്കൊണ്ട് നിന്നു. കുറെ കഴിഞ്ഞപ്പോ കുട്ടികൾക്ക് അവിടുന്ന് പോലൊന്നുമില്ല. യെസ്, എങ്ങനെയെങ്കിലും അവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ള ആഗ്രഹം. അപ്പൊ പിന്നെ വേറെ സ്ഥലങ്ങളൊക്കെ പോകാനുള്ള നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ഒരു വൈകുന്നേരം ഞങ്ങൾ അവിടെ തിരിച്ചിങ്ങ് പോരുമ്പോ ചെറിയൊരു മഴയുണ്ടായിരുന്നു. സെപ്റ്റംബർ മാസമാണ്. അപ്പോ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചു, ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, അന്ന് ജോലിയില്ലല്ലോ, കിട്ടിയിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഷൂട്ടിംഗ് കാണാമായിരുന്നു എന്ന് ചിന്തിച്ചു. കേൾക്കുന്നുണ്ടോ പറയണത്? യെസ്, അങ്ങനെ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു. അങ്ങനെ ചിന്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എനിക്ക് ആദ്യമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് ചാലക്കുടിയിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ശമ്പളം മാത്രമാണ് ഇവിടുന്ന്, ജോലി അതിരപ്പള്ളിയിലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അതിരപ്പള്ളിയിൽ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുമ്പോൾ പിന്നീട് അവിടെ ഷൂട്ടിംഗ് ഒക്കെ വരുമ്പോ വീട് അടുത്തല്ലാത്തതുകൊണ്ട് ഞാൻ ആഴ്ചയിലൊക്കെ വരുള്ളൂ. അപ്പൊ പിന്നീട് അവിടെ ഷൂട്ടിംഗ് വരുമ്പോൾ ഞാൻ എപ്പോഴും പോയി അവിടെ പോയി നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതിലെ പോയപ്പോ ഇവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അതേ സ്ഥലത്ത് ഞാൻ വന്ന് പെട്ടു.
യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് ഷൈഫ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും, മനസ്സിനെ അതുപോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞ് പാകപ്പെടുന്നത്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. യെസ്, ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് വിശദിക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഷൈഫ് സംസാരിക്കുന്നില്ല, മലയാളത്തിലേക്കും പറയും. യെസ്, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഷൈഫയുടെ ഭാവി പദ്ധതി? ഈ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാസ് ആവണം, ഒരു ജോലിക്ക് കയറണം. യെസ്, ഇത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയി പോയി, ഗവൺമെന്റ് ആവില്ലല്ലോ. അത് നിന്നോണ്ട് എനിക്ക് നോക്കാമല്ലോ സാറേ. യെസ്, അത് നമ്മൾ പോകാൻ വിചാരിച്ചല്ലേ? യെസ് യെസ്, അതിനുള്ള ബാലൻസ് ഇല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് പബ്ലിക് സർവീസ് കമ്മീഷനിൽ കയറണമെങ്കിൽ അവരൊരു പ്രായപരിധി വെച്ചിട്ടുണ്ട്. ആ പ്രായപരിധി ഉള്ളിൽ നമുക്ക് കയറണം. അപ്പൊ അതുകൊണ്ടാണ് ആ പ്രായപരിധി കൂടി കയറേണ്ടത്. ആ പ്രായപരിധിക്കുള്ളിൽ നമ്മൾ അപേക്ഷ വെച്ചാൽ മതി. അതുകൂടി നമുക്ക് എപ്പോഴെങ്കിലും പോകാം. യെസ്, കയറാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ളിൽ നമ്മൾ അപേക്ഷ വിട്ടാൽ മതി. യെസ്, അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ ഷേപ്പർക്ക് അതിനുള്ള ഏജ് ഓവർ ആവുന്നതിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇത് കേറിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ചിന്തിക്കേണ്ടത്. അത് പോലീസിലുള്ള ഏജ് ഓവർ എത്ര സാർ? ഏജ് ഓവർ എത്ര? ഓക്കെ ഓക്കെ ഓക്കെ. പോലീസിന് പ്രത്യേകതയുണ്ടാവും. കാരണം വെച്ചാല് അവര് ഇത്ര വയസ്സ് എനിക്ക് അറിയാൻ പാടില്ല. സാധാരണഗതിയിൽ 36 വയസ്സ് വരെ എല്ലിഗറിന് വരാറുണ്ട്. 36 വയസ്സ് വരെ ഇല്ല. 36 അതെല്ലാവർക്കും അതാണ്. OBC-ക്കോ സാർ? OBC അങ്ങനെ ഉണ്ടോ? OBC വരുമ്പോൾ 3 കൊല്ലം കൂടി അളവ് കിട്ടും. അപ്പൊ 36 എന്നുള്ളത് 39. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ 5 വർഷം. അപ്പൊ അവർക്ക് 41 വരെ വരാം. 36, 39. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ കുട്ടികളെല്ലാവരും മെനക്കെട്ട് കുത്തിയിരുന്ന് പഠിക്കരുത്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. കറക്റ്റ് ആയിട്ടിരുന്ന് പഠിക്കണം. പഠിക്കാതെ ആരും അപ്പൊ നമ്മൾ പഠിക്കാണ്ട് വെറുതെ പോയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവില്ല. പിടികിട്ടിയ അപ്പോ ഒരു ദിവസം ഒരു 10 എണ്ണമെങ്കിലും വെച്ച് പഠിക്കണം. 10 ജിക്കെയും 10 എണ്ണം വെച്ചെങ്കിലും എല്ലാവരും പഠിക്കണം. പഠിക്കേണ്ട പരീക്ഷയില്ല. നമ്മളത് ഇൻട്രസ്റ്റ് കളഞ്ഞു കഴിഞ്ഞാൽ പോയി. മനസ്സിലായോ? കാരണം വേറെ ഒന്നുമില്ല. ക്ലാസ് നിങ്ങൾ സംശയം ഉണ്ടെങ്കിലേ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലോട്ട് കയറി നോക്കി ചെല്ലുമ്പോൾ അവിടെ മിക്കവരും പെണ്ണുങ്ങളാണ്, ലേഡീസാണ്. ആണുങ്ങൾ ചിലപ്പോ 2 3 ഉണ്ടാവുള്ളൂ. യെസ്, അപ്പൊ ഒരു ഓഫീസ്, വലിയൊരു ഓഫീസ് എടുത്ത് കഴിഞ്ഞാൽ 80% ലേഡീസും ഒരു 20% മാത്രമേ ആണുങ്ങളുള്ളൂ. യെസ്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആണുങ്ങളെക്കാൾ നന്നായിട്ട് പെൺകുട്ടികളെ ഇത് കുത്തിയിരുന്ന് പഠിക്കാൻ. ഇച്ചിരി പേരുണ്ടോ? അല്ല സാർ, ഞാൻ ഓർത്തപ്പോ ചിരി. അവർക്ക് സമയമില്ലല്ലോ. അല്ല, വീട്ടിൽ ഇരുന്ന് പഠിക്കാമല്ലോ. യെസ്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഷൈഫൊക്കെ വീട്ടിൽ തിരക്കുള്ളതാണോ അല്ലെങ്കിൽ സമയമുണ്ടോ പഠിക്കാനൊക്കെ ആയിട്ട്? തിരക്കൊന്നും എല്ലാരും നോക്കുന്നതേ ഉള്ളൂ. ക്ലിയർ ആയില്ല? ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു സാറേ. ഇപ്പൊ കുറച്ച് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടല്ലേ ഇത് പഠിക്കുന്നതിന്റെ ഇടയ്ക്കും കൂടെ കൂട്ടി പഠിച്ച് എല്ലാം കൂടെ മറന്നു. അതെ, പഠിക്കണ്ട, പക്ഷെ മറിച്ച് നോക്കിയേക്കെപ്പോഴും നമ്മൾ ഒന്ന് ടച്ച് വിടല്ല. അപ്പൊ അതൊന്നും ഇങ്ങനെ ഇടക്കിടക്ക് ജസ്റ്റ് മറിച്ച് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ, 3 ഉത്തരം കാണുമ്പോൾ നമുക്ക് ശരിയായ ഉത്തരം ഓർമ്മ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി ഒന്നും പഠിച്ചെങ്കിലും നോക്കാം. ഓക്കെ, ഇനി എന്താ പറയാ?
സാർ ഇംഗ്ലീഷിൽ ചോദിക്കും, ഞാൻ ഇംഗ്ലീഷിൽ പറയാം. സാർ ഞാൻ ഇംഗ്ലീഷ് ചോദിക്കട്ടെ? ഞാൻ ശ്രമിക്കാം സാറേ. ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരാൾ ഇതുപോലെ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടി 40 മിനിറ്റാണ് ഇംഗ്ലീഷിൽ സംസാരിച്ചത്. 40 എല്ലാം മിനിറ്റ് മറന്നു കഴിഞ്ഞപ്പോ പോയതുകൊണ്ടാണ്. അയാൾ പറഞ്ഞു, സാറേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര നേരം പറ്റുള്ളൂ. ഓക്കെ, ഷൈഫ, Yes. what is your favorite movie or the movie you like most? ഷൈഫക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു? Your favorite film? ആകാശദൂത്. ആകാശദൂത്. You know who is the director of that film? No sir. Sibi Malik. Okay, very good, very good. Can you say the story of Agashadud in English? Can you say the story of Agashadud in English? Oh, before that I ask you another question. Did you cry when you see the film first time? Yes sir. Did you cry? Yes. You cried? Yes. Yes, yes. Very good, very good. Okay, okay, okay. Yes. Can you say the story of that film? And in film for child story. Yes. For children. Yes, children's story. Yes. And Who is children. Yes, sir. who is the hero and the heroine of that film? Hippy. Who is So no name ഒന്നും അറിയത്തില്ല. I don't know the name. yes, hero ആരാണെന്ന് ഓർമ്മയില്ല. Hero is ഓർമ്മയുണ്ടോ? Murali. Heroine ഓർമ്മയില്ല. ഹീറോയിന്റെ നെയിം അറിയത്തില്ല സാറേ. Yes, അതാണ് മാധവി. Yes, okay. പറഞ്ഞോളൂ. And the children's parents die in that film. Yes. And that children's often the story. Often. Okay, okay. And the children's mother is cancer in the death. Cancer. Okay. And his father accident in death. Yes, okay. So, I don't. പറഞ്ഞു അറിയാവുന്ന ഈ പോലെ സിനിമ പറഞ്ഞല്ലോ. മറന്നു. ഏഹ് അത്രയൊക്കെ ഓർമ്മയുള്ളൂ സാറേ. Yes. Okay, 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 okay. Do you remember any of the songs in that film? No സാറേ. Yes. തന്ത്രപൂർവ്വം ഒഴുകി മാറിയതാണ് അല്ലേ? എന്താ അല്ല, എനിക്ക് സോറി സാർ, I don't know songs. Yes. Okay, okay, okay. You know who is the villain character of that film?
So no, sir. No. Ennophagus was the villain of that film. Okay. Yes. Then comes another important factor. Which is your favorite show in TV? Which is your favorite show in TV? Comedy also. Comedy also. You like sir. comedy? Yes. Yes. You used to see comedy also daily? No, sir. Phone that കാണുന്നു. Yes. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിടിക്കാം. No. Okay. No, I don't, sir. Not, yes, sir. Yes. Okay. ഈ ഷൈഫ് പറയുമ്പോഴേ ഒന്നും ലെജിബിൾ ആക്കില്ല. വെറുതെ ഒരു പതർച്ചയാണ് കേൾക്കണേ. ഞാൻ നേരത്തെ പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതുപോലെ പിടിച്ചോ എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അപ്പൊ അത് അന്നേരത്തെ പിടിയില്ലേ, അതിൽ നിന്ന് മാറ്റി പിടിക്കും. Yes. Okay. But you have the habit of seeing comedy also. So more than comedy also, there are other comedy programs. Have you the habit of watching such? No, yes, but no, I don't know name show. But I don't name shows. Yeah, I don't. Not every day in see no shows. Yes. So you use it to see in your mobile phone. Am I right? Yes, sir. Yes, sir. Yes. Okay. How many children you have? 2 children. Two children. In which standard they are studying? LKG. Only LKG. അപ്പൊ നമുക്ക് പറയാം മൂത്തത്. Yes, the elder son and the elder daughter is studying LKG. Okay. Very good. Yes. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, and what is your ambition about your child? കുട്ടികളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, അവരെന്താവണമെന്നാണ് ആഗ്രഹം? അവരിഷ്ടത്തിലായിക്കോട്ടെ, എന്നാലും ഷൈഫിയുടെ ഉള്ളില് അവരെന്തായി തീരുമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഏത് ജോലിയിലോട്ട് പ്രവേശിക്കണമെന്നാണ് ആഗ്രഹം? First, sir, I don't not aim, sir, but my daughter ambition is. ഒന്നും ക്ലിയർ ആയില്ല. ഒന്നും ക്ലിയർ ആയില്ല ഷൈഫ. Sorry, sir. My daughter ambition is doctor. Yes. ഡോക്ടറാണ് ഇപ്പൊ വന്നത്. എന്താ സാറ് ചോദിച്ചത്? ഡോക്ടറാണോ വന്നത് ഇപ്പോ? രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഷൈഫ, കാരണം 25 ആയില്ലേ. യെസ്. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം.